1250 കോടി രൂപ ചെലവിൽ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം പുതുതാക്കപ്പെട്ടു. ചോള രാജവംശത്തിലെ ഭരണത്തിന്റെ പ്രതീകമായ ചെങ്കോൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ പരന്നു കിടക്കുന്ന ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ സമഗ്രമായ പുനർനിർമ്മാണമാണ് നടന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? ത്രികോണാകൃതിയിലാണ് പാർലമെന്റ് മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. ലോക്സഭാ മന്ദിരത്തിന്റെ തീം ദേശീയ പക്ഷിയായ മയിൽ, രാജ്യസഭാ മന്ദിരത്തിന്റെ തീം ആകട്ടെ ദേശീയ പുഷ്പമായ താമര. നിലവിലുണ്ടായിരുന്ന പാർലമെന്റ് മന്ദിരത്തിൽ ലോക്സഭാ സീറ്റുകളുടെ കപ്പാസിറ്റി 543 ആണെങ്കിൽ പുതിയ ലോക്സഭയിൽ സീറ്റുകളുടെ കപ്പാസിറ്റി 888 ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ രാജ്യസഭയിലെ കപ്പാസിറ്റി 250 ആയിരുന്നിടത്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കപ്പാസിറ്റി 384 ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3 പ്രധാന കവാടങ്ങൾ ധ്യാൻദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. എംപിമാർ, വിസിറ്റേഴ്സ്, VIP ഇവർക്കൊക്കെ വ്യത്യസ്ത കവാടങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഉയർന്ന സെക്യൂരിറ്റിയും നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2020 ഡിസംബർ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട പുതിയ പാർലമെന്റ് മന്ദിരം 2.5 വർഷം കൊണ്ട് 977 കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാനാകുമെന്നായിരുന്നു തീരുമാനം. എന്നാൽ 1250 കോടി രൂപ ചെലവിട്ടാണ് ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്നത്. 1927 സ്ഥാപിക്കപ്പെട്ട പാർലമെന്റ് മന്ദിരം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു പുതിയ മന്ദിരം സ്ഥാപിച്ചത് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. 1971 സെൻസസ് പ്രകാരമാണ് മണ്ഡലങ്ങൾ തരംതിരിച്ചിരിക്കുന്നതും ഇലക്ഷൻ നടത്തുന്നതും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ. എന്നാൽ അതിനുശേഷം ജനസംഖ്യയിൽ കാര്യമായ വർധനവുണ്ടായി. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഒരു വാദം. 2026 വീണ്ടും അതിർത്തികൾ പുനർനിർണയിക്കും എന്നും കരുതപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ പ്രതിനിധികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിനിധികളെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു കാരണം പറയുന്നത് 51 മിനിസ്ട്രി ഓഫീസുകൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുന്നു. ഇതിനെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ ഭരണത്തിൽ ഒരു ഏകോപനം എളുപ്പമാകും എന്നും യാത്രാ ചിലവുകൾ കുറയും എന്നും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരേ മന്ദിരത്തിൽ വരുന്നത് ഭരണത്തിൽ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. 64,500 സ്ക്വയർ മീറ്ററിൽ ആണ് ഈ പാർലമെന്റ് മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഭരിക്കാൻ സൗകര്യത്തിനായി അത്യന്താധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ MPമാർക്കും അത്യന്താധുനിക ടെക്നോളജിയോട് കൂടിയ പേപ്പർലെസ് ഓഫീസ് സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനാധിപത്യത്തിന്റെ തൊട്ടിലായ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം നിലനിൽക്കെ തന്നെ പുതിയൊരു മന്ദിരത്തിലേക്ക് ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം മാറുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.